നമസ്കാരം. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. മാക്സിമം ഞാൻ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ മലബാർ കലാപം, മാപ്പിള ലഹള, അതിനെപ്പറ്റി വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൂടെയും, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചില കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് മാപ്പിള ലഹള, 1921 കലാപം, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും ഹിന്ദുക്കളെ മതം മാറ്റാനും എതിർക്കണവരൊക്കെ വെട്ടി കിണറ്റിലെറിയാനുള്ള ഒരു കലാപം വരുന്നതെന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. ഈ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരിൽ MP നാരായണ മേനോനുണ്ട്, കൃഷ്ണൻ നായരുണ്ട്, പാണ്ഡ്യാട്ട് നാരായണ നമ്പീശനുണ്ട്. ഈ നാരായണ നമ്പീശൻ ശരിക്കും പറഞ്ഞാൽ പാണ്ടിക്കാട് മിലിറ്ററി ക്യാമ്പ് ആക്രമിച്ചതിനൊക്കെ ഒപ്പം ഉണ്ടായതാണ്. അദ്ദേഹത്തെ തൂര് വെച്ച് ബ്രിട്ടീഷ് പട്ടാളം വധിക്കുകയാണ് ചെയ്തത്. പിന്നെ നാരായണ മേനോൻ, അവർ ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ്. പിന്നെ കൃഷ്ണൻ നായർ, ഇവരൊക്കെ ഒരുപാട് വർഷം ജയിലിലൊക്കെ കിടന്നാണ്, 13 കൊല്ലം. വാര്യംകുന്നനെ പറ്റി കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലാൻ വിചാരണ ചെയ്ത് കൊല്ലാൻ പോയപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ നേരെ നിന്ന് വെടിവെക്കണം, ബാക്കിൽ നിന്ന് വെടിവെക്കരുത്. കാരണം പട്ടാളം പണ്ടൊക്കെ ഫയർ ചെയ്ത് കൊല്ലണം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ച് നിർത്തിയിട്ടാണ് വെടിവെക്കുക. ഇപ്പോഴും പട്ടാളം അങ്ങനെ ചെയ്യുക, കണ്ണ് കെട്ടി മുട്ടുകുത്തി അങ്ങോട്ട് തിരിച്ച് നിർത്തിയിട്ട് ആണ് വെടിവെക്കുക. പക്ഷെ ആ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ നിന്ന് വെടിവെക്കുക, എനിക്ക് എൻ്റെ മാതൃഭൂമിയോട് പുൽകി എനിക്ക് നിലത്ത് വീഴണമെന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അതൊക്കെ കഴിഞ്ഞ് 1980 70 അവസാന കാലഘട്ടത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ വന്നു. എൻ്റെ ഒപ്പം ജോലിയെടുത്ത ഒരാളുടെ വീട്ടിൽ വന്നാണ്. അത് വെളിയാങ്കോട് ആ ഭാഗത്താണ്. അപ്പോൾ എനിക്ക് മാപ്പിള ലഹളനെ പറ്റി അറിയാനൊരു കൗതുകം. അത് കൗതുകം ഉണ്ടാകാൻ കാരണം ഞാൻ കേട്ടത് ഈ മുസ്ലിങ്ങൾ ഭയങ്കര മോശം ആൾക്കാർ, ഹിന്ദുക്കളെയൊക്കെ ഒരുപാട് ക്രൂരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ ബലാത്സംഗം, മതം മാറ്റിക്കൽ, ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളതും. ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച അതല്ല. മലപ്പുറം ജില്ലയിൽ അന്ന് ഭാഗ്യം അന്വേഷിച്ച് ഗൾഫിലേക്ക് കള്ള ലോഞ്ചിലും ഒക്കെ, അന്ന് സൗദി അറേബ്യ അങ്ങനെ ഒരു വലിയ ഡെവലപ്പായിട്ടില്ല എന്ന് തോന്നുന്നു. അന്ന് ഷാർജ, സലാല, ഒമാൻ, ഇങ്ങനത്തെ ഖത്തർ, ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെയാണ് ആൾക്കാർ പോണത്. അവിടെ പോയിട്ട് അഷ്റഫും അബ്ദുറഹ്മാനും നാസറും ഒക്കെ തിരിച്ച് നാട്ടിൽ വരും. വരുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ഓരോ വിസ ഉണ്ടാവും. അതിലൊക്കെത്തുള്ള അപ്പുകുട്ടനും നാരായണനും ബാലകൃഷ്ണനും ഒക്കെ കൊടുക്കാൻ. കാരണം അവരും ജീവിതം പച്ച പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച്. അന്നത്തെ കാലമൊന്ന് വേറെ. അന്നൊരു അംബാസിഡർ കാറാണ്. അന്ന് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടില്ല, നേവൽ ബേസിൽ നേവീൻ്റെ ഒരു എയർപോർട്ടാണ്. അവിടെ വിമാനം ഇറങ്ങിയിട്ട് ആണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഈ അംബാസിഡർ കള്ള ടാക്സി ഉണ്ട്, ഒറിജിനൽ ടാക്സിയും ഉണ്ട്. അപ്പോൾ അന്ന് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ല സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളൂ, അധികമായിട്ടില്ല. അപ്പോൾ ഈ പാലക്കാട് രജിസ്ട്രേഷൻ കാറൊക്കെ ഉണ്ടാവും ഇവിടെ അംബാസിഡർ. എന്നിട്ട് ഇവിടുന്ന് 3-4 ആൾക്കാർ പോവുകയാണ്. എന്നിട്ട് ഈ ഗൾഫുകാരനെ കൊണ്ട് വലിയ പെട്ടിയൊക്കെ മുകളിൽ വെച്ച് കെട്ടിങ്ങനെ വരും. ആ കാറിലും ഉണ്ടാവും ടേപ്പ് റിക്കോർഡറൊക്കെ. അങ്ങനെ വന്നിറങ്ങി പെട്ടി പൊട്ടിക്കും. പെട്ടി പൊട്ടിക്കുമ്പോൾ പുള്ളിത്തുണികൾ, അന്നൊക്കെ ഫേമസാണ് ഗൾഫിൻ്റെ മുണ്ട്, പിന്നെ സ്പ്രേ കുപ്പികൾ, പിന്നെ കിടത്തി വെച്ച് പാടിക്കണ ഈ ടേപ്പ് റിക്കോർഡർ, പിന്നെ നിവർന്ന് ഇരുത്തി പാടിക്കണ 2-in-1 റേഡിയോ വിത്ത് ടേപ്പ് റിക്കോർഡർ, ഇതൊക്കെ കൊണ്ടുവരും. ഗൾഫുകാർ വന്ന മുണ്ടാണ് സാധാരണ അയൽവാസികൾക്കൊക്കെ കൊടുക്കുക. സൗഹൃദമാണ്. ഒരു പാത്രത്തിൽ നിന്ന് തിന്നും ഹിന്ദു മുസ്ലിം. അപ്പോൾ ഞാനവിടെയുള്ള വയസ്സായ ആൾക്കാരോട് ചോദിച്ചു, ഈ വെളിയാങ്കോടൊക്കെ ഇവിടെ അടുത്ത സ്ഥലമല്ലേ, ഹിന്ദു മുസ്ലിങ്ങളോടൊക്കെ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയണ്ടല്ലോ, അതൊക്കെ എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അത് ചോദിക്കാൻ കാരണമുണ്ട്. ഈ സംഭവം നടന്നിട്ട് ഒരു 60 കൊല്ലമായിട്ടുള്ളൂ. 21-ലാകുമ്പോൾ 79 ആകുമ്പോൾ ഏകദേശം അത്ര വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു തലമുറ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ തലമുറ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അച്ഛനെ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനെയൊക്കെ ആയിരിക്കുമല്ലോ ഈ കൊന്നത്, അല്ലെങ്കിൽ അമ്മേൻ്റെ അമ്മനെ, അതിൻ്റെ അമ്മനെയൊക്കെ ആവുമല്ലോ റേപ്പ് ചെയ്തത്.
അപ്പോൾ ഒരു ദേഷ്യവും വൈരാഗ്യം അവിടെ ഉണ്ടാവണമല്ലോ. ഇവിടെ അതൊന്നും കാണില്ല. അപ്പോഴാണ് ഈ വൃദ്ധനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇവിടെ ഒറ്റുകാരെയാണ് വധിച്ചിട്ടുള്ളൂ. ഈ പ്രശ്നത്തിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാരോട് എതിരെ പോരാടിയത്. ഇത് കഴിഞ്ഞ പാണ്ടിക്കാട് തൂവൂരൊക്കെ ഉള്ള കൊന്ന് കിണറ്റിലിട്ട് തൂവൂരാണ്. ആ ഭാഗത്തൊക്കെ ഞാൻ പോയി. അവിടെ പോകുമ്പോൾ ഈ കരുവാരക്കുണ്ടായാലും പാണ്ടിക്കാടായാലും ഈ പറഞ്ഞ തൂവൂരായാലും ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പം ഈ വിചാരണ ചെയ്തതും വെട്ടിയതും ഒക്കെ ഒറ്റുകാരാണ്. അതിൽ മുസ്ലിങ്ങളും വെട്ടുകൊണ്ട് മരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ട കലാപമാകുമ്പോൾ ചിലപ്പോൾ റേപ്പൊക്കെ നടന്നിട്ടുണ്ടാവും, അത് പറയാൻ പറ്റില്ല. പക്ഷേ അതിനായിട്ടുള്ളൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പം. അതേപോലെ നിലമ്പൂർ കോവിലകം ആക്രമിച്ച് ഈ കലാപത്തിൽ തിരുമുൽപ്പാടിനെ വധിക്കാനാണ് പോയത്. പക്ഷെ അയാളവിടെ നിന്ന് മുങ്ങി. പക്ഷേ കൊട്ടാരത്തിലുള്ള ആരും ഉപദ്രവിച്ചില്ല. ഒരുപാട് അവിടുത്തെ കുടിയാന്മാരുടെ രേഖകൾ അതൊക്കെ എടുത്ത് നശിപ്പിച്ച്. ഇപ്പോഴും നിലമ്പൂർ കോവിലകത്തിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളുണ്ട്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡർ കഴിഞ്ഞിട്ട് ഈ ഗൂഡല്ലൂർ മലനിലകളിൽ നീലഗിരി, അതായത് ഗൂഡല്ലൂർ കോഴിപ്പാലം തൊട്ട് ഇങ്ങോട്ട് വലത്തെ സൈഡിൽ കാണുന്ന കാടുകൾ മുഴുവൻ നിലമ്പൂർ കോവിലകമായിട്ട് കേസിലാണ്. ഇതൊക്കെ കൈയടക്കി വെച്ച് സുഖിച്ച് ജീവിക്കുകയായിരുന്നു തമ്പ്രാക്കൾ. അങ്ങനെ ഗൾഫിൽ ഒരു മുസ്ലിം മറ്റൊരു ഹിന്ദുവിനെ കൊണ്ടുപോകും അത്ര സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന സമയത്ത് പിന്നെ ഗൾഫിലേക്ക് കുത്തൊഴുക്ക് തുടങ്ങി. അങ്ങനെ പിന്നെ മഞ്ചേരി മലപ്പുറം ആ ഭാഗത്തൊക്കെ എല്ലാ ദിവസവും ഈ 4 കോടി അടുത്തുനിന്ന് മുംബൈക്ക് 2-3 ബസ്സാണ് പോവുക. അന്നൊക്കെ ഗൾഫിൽ പോകണമെങ്കിൽ മുംബൈ പോയിട്ട് എന്തും നടക്കുള്ളൂ, ബസ്സിനാണ് പോവുക. അതിന് മുമ്പ് ട്രെയിനിലൊക്കെ പോകും. അന്ന് കരിപ്പൂർ എയർപോർട്ട് അന്താരാഷ്ട്ര സർവീസ് ഒന്നും ആരംഭിച്ചില്ല. എയർപോർട്ട് തന്നെ വന്നത് 90 ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. 92-ലൊക്കെയാണ് സർവീസ് ആരംഭിക്കണം. അതും വലിയ വലിയ പൈസക്കാർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. സാധാരണക്കാർ മുംബൈക്ക് ബസ് കയറില്ല. ആ സമയത്താണ് ഈ അക്ബർ ട്രാവൽസിൻ്റെ മുതലാളിയൊക്കെ ഗൾഫിൽ മുംബൈയിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉള്ള സർവീസൊക്കെ ചെയ്ത അയാൾ പെട്ടെന്ന് പണക്കാരനായി. ഇതൊക്കെയാണ് ചരിത്രം. അതായത് ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കണ ഒരു അച്ഛൻ്റെ അച്ഛനെ അല്ലെങ്കിൽ മുത്തച്ഛനെ അല്ലെങ്കിൽ അമ്മേൻ്റെ അമ്മനെ ഒക്കെ റേപ്പ് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഇപ്പോൾ ഒരു 100 കൊല്ലം ആയിട്ടുള്ളൂ. ഈ 100 കൊല്ലത്തിൻ്റെ ഇടയ്ക്കൊന്നും പെട്ടെന്ന് മറന്നു പോകില്ല. കാരണം ഒരു 60 കൊല്ലത്തിന് മുമ്പ് ഈ 60 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവർ തമ്മിലൊരു പ്രശ്നമില്ല. ഇനി ഞാൻ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 47 ഇന്ത്യ വിഭജനം കഴിഞ്ഞിട്ട് ഈ ഉത്തർപ്രദേശ്, അതേപോലെ പഞ്ചാബ്, പിന്നെ ഈ ഇന്ത്യൻ്റെ ഈ സൈഡ് നോർത്ത് ഈസ്റ്റ്, ബംഗാൾ, അതായത് ബംഗ്ലാദേശ്, പഴയ കിഴക്കൻ പാകിസ്ഥാൻ, ബംഗ്ലാദേശിൻ്റെ ബോർഡറിലൊക്കെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഏകദേശം ഒരു 20 ലക്ഷം പേര് ടോട്ടൽ മരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും അവരുടെ അച്ഛൻ്റെ അച്ഛനെ അല്ലെങ്കിൽ മുത്തച്ഛനൊക്കെ കൊന്ന മുസ്ലിം അല്ലെങ്കിൽ വാപ്പാനെ കൊന്ന ഹിന്ദുക്കൾ അവിടെ ഉണ്ട്. അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നീറിപ്പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഒരു പൂരം പറമ്പിൽ വെടിക്കെട്ട് കഴിഞ്ഞാൽ കുറച്ച് പടക്കമൊക്കെ സീറിയും ഇടയ്ക്ക് പൊട്ടുകയൊക്കെ ചെയ്യൂലേ, അതേപോലെ കെട്ടടങ്ങാണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ UP, ബീഹാർ, ബംഗാൾ, ബംഗാൾ, അതായത് ബംഗ്ലാദേശിൻ്റെ ബോർഡർ, പഴയ കിഴക്കൻ പാകിസ്ഥാൻ. ഇവിടെയൊക്കെ ആ വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടെ നടന്നത് വർഗീയ ലഹള, അതുകൊണ്ടാണ് ഈ പ്രശ്നം. മലപ്പുറത്ത് നടന്നത് സ്വാതന്ത്ര്യ സമരമാണ്. അതിനെയാണ് വളച്ചൊടിച്ച് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കേമന്മാർ ഈ മുസ്ലിങ്ങളുടെ മതഭ്രാന്തായിരുന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്ത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കണം. അപ്പം ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ